ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി MCX റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ആഴ്ച വളരെ സംഭവബഹുലമായ ഒരു ആഴ്ചയൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് മുമ്പത്തെ ദിവസം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഗോൾഡ് ഒരു ഹെവി സെല്ലിങ് വന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു ഹെവി സെല്ലിങ് 5400 കിടന്ന ഗോൾഡ് 4680 വരെ അടിച്ച് അതിന്റെ പിറ്റേ ദിവസം 4681 ഭാഗത്ത് നിന്ന് പോയി $4400 വരെ പോകുന്ന ദിവസമായിരുന്നു തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ. പക്ഷെ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ഞാൻ അന്നും കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4600 ഭാഗത്ത് ഗോൾഡിനെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് അറിയാം, നമ്മളെ എല്ലാ പ്രാവശ്യം പറയുമ്പോഴും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ എഴുതിയിരിക്കും. ഈ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നത്. പൊതുവേ നമ്മളെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയേക്കഴിഞ്ഞാൽ ഗോൾഡിൽ ഒരു മൺഡേ വന്ന സെല്ലിങ്ങിന്റെ ആ ഒരു POC ഉള്ളൂ 4677 ഭാഗത്ത്. അവിടെ നിന്ന് കയറി 4900 5000 ഈ ഒരു കഴിഞ്ഞ ഫ്രൈഡേയുടെ POCയുടെ ഭാഗം വെനസ്ഡേ ടച്ച് ചെയ്തു. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഒരു സെല്ലിങ് താഴേക്ക് ഇറങ്ങി വീണ്ടും വന്ന് ഈ തിങ്കളാഴ്ചത്തെ ബൈയിങ്ങിന്റെ ഇടയിൽ വന്ന് സപ്പോർട്ട് തിരിച്ച് കയറിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഫ്രൈഡേയുടെ POC ആയി 5062 ഭാഗത്ത് ഒരു സെല്ലിങ് എടുത്ത് നിൽക്കുന്നുണ്ട്. ഈ മൺഡേയിൽ വന്ന ബൈയിങ് 4675 ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുത്ത് അവിടെ നിൽക്കും. ചുരുക്കി പറഞ്ഞാൽ 46,600 ഭാഗത്തുള്ള ഗോൾഡിന്റെ സപ്പോർട്ട് ഇപ്പോഴും കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് ഗോൾഡ് കൃത്യമായി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ 5062 ഭാഗത്ത് ഗോൾഡ് എത്തുമ്പോൾ അവിടെ ഗോൾഡ് ഒരു സെല്ലിങ്ങും കൃത്യമായിട്ട് കാണും. ചുരുക്കി പറഞ്ഞാൽ ഈ വീക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ വീക്ക് ഗോൾഡില് ഒരു വീക്കിലി വന്ന ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ്. അങ്ങനെ വലിയൊരു അപ്പ് വീക്ക് ഒന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4678 700 ഭാഗത്ത് സപ്പോർട്ട് എടുത്തു. 5000 ഭാഗത്ത് ഒരു സെല്ലിംഗ് എടുത്തുള്ള ഒരു $300 കിടന്ന് കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം പറഞ്ഞാൽ $184 ഫ്രൈഡേ കയറി 4964 ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് വിത്ത് ബാലൻസ് ലോവർ സ്ട്രക്ചറിൽ, അതായത് നമ്മുടെ ജാനുവരി 19 മാർക്കറ്റ് ഇവിടെ നിന്ന് ആ ഭാഗത്ത് വീണ്ടും ഒരു ബാലൻസ് എടുക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, ആ കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 19 ജാനുവരി മാർക്കറ്റ് കയറി 5500 പോയ 4672 ഭാഗത്ത് ഗോൾഡിൽ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ആ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4672 ഭാഗത്ത് ഗോൾഡ് ഒരു ഡിമാൻഡ് ഉണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വീക്കിന്റെ 5080 ഭാഗത്ത് ഗോൾഡ് ഒരു സെല്ലിംഗ് ഉണ്ട്. ഇപ്പൊ ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ 5080 4672 എന്ന് പറഞ്ഞ ഒരു $500 $400 ഭാഗത്ത് ഗോൾഡിന്റെ റേഞ്ച് ഇപ്പം കൃത്യമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് ഈ 5082 ഭാഗത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ എടുക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഗോൾഡ് ആ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി കമ്മോഡിറ്റിയിൽ ഗോൾഡോ സിൽവറിലോ ഒരു ബിഗ്ഗസ്റ്റ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, ഒരു റേഞ്ച് പ്ലേയുടെ ഭാഗത്ത് നിങ്ങൾ നിന്ന് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് പ്രതീക്ഷിക്കാം. അല്ലാതെ ഒരു ബിഗർ ബ്രേക്ക്ഔട്ട്സ് കഴിഞ്ഞ ആഴ്ച വന്നതുപോലെയുള്ള ബിഗർ ബ്രേക്ക്ഔട്ട്സ് വരികയാണെങ്കിൽ അത് വരാനുള്ള ഒരു ചാൻസ് പ്രത്യേകിച്ച് ഗോൾഡ് മാർക്കറ്റിൽ കാണുന്നില്ല. സോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഓവറോൾ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്പ് ബൈയിങ് ആണ്. 4500 600 675 ഭാഗത്ത് എത്തുമ്പോൾ ഡിപ്പ് ബൈയിങ് ചെയ്യാം. 5080 5100 ഭാഗത്ത് എത്തുമ്പോൾ ഒരു സെല്ലിങ്ങിന്റെ ഫിഗറും സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു റേഞ്ചിന്റെ പ്ലേ കൃത്യമായിട്ട് ഗോൾഡിലേക്ക് വരാനുള്ള ചാൻസ് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതാണ് എനിക്ക് കൃത്യമായിട്ട് ഗോൾഡിന്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം. ഇപ്പൊ ഗോൾഡിന്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്പ് ബൈയിങ് നിയർ 4600 $675 ഭാഗത്ത് ഡിപ്പ് ബൈയിങ്ങും, സെല്ലിങ് സപ്ലൈ സോൺ എടുക്കേണ്ട 5200 5080 ഭാഗത്ത് ഒരു സെല്ലിങ്ങിന്റെ എടുത്ത് ആ ഒരു റേഞ്ച് പ്ലേ ആണ് കൃത്യമായിട്ട് ഗോൾഡിൽ എനിക്ക് പറയാനായിട്ട് ഉള്ളത്. ഇത് ഗോൾഡിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ്. അതേസമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച സിൽവർ എന്ന് പറയുമ്പോൾ സിൽവറിൽ നിങ്ങൾ നോക്കിയാൽ സിൽവർ ഗോൾഡിനെ പോലെയല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന POC ആയ $98 ഭാഗത്ത് പോലും അത് എത്തിയിട്ടില്ല. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ ഫ്രൈഡേയുടെ സെല്ലിംഗ് സിംഗിൾ പ്രിന്റ് ആയ $89 മുകളിൽ കടക്കാൻ ഇതുവരെ സിൽവറിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒന്ന് പോകും, തട്ടി തിരിച്ച് താഴേക്ക് ഇറങ്ങും, വീണ്ടും പോവും, തട്ടി താഴേക്ക്. 2 പ്രാവശ്യം ആ ഭാഗത്ത് നിന്ന് ക്വിക്കായിട്ട് ഒരു റിവേഴ്സൽ എടുത്ത് താഴേക്ക് വന്ന്
$65 ഭാഗത്തേക്ക് എത്തി. ചുരുക്കി പറഞ്ഞാൽ സിൽവറും ഒരു പക്ക ഒരു ബാലൻസിങ് ആണ്. ഗോൾഡ് ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് പറയണമെങ്കിൽ കൂടെ സിൽവർ ഈവൻ ദോ സിൽവർ നിങ്ങൾ നോക്കിയാൽ ഈ 5000 മൺഡേയിൽ വന്ന $79 മൺഡേയുടെ POC ആയ ബാലൻസ് ക്രിയേറ്റ് ചെയ്ത POC ആയ $79 മുകളിൽ പോലും സിൽവറിനെ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഒരു 10% സിൽവർ 77,660 ഭാഗത്തൊക്കെ സിൽവർ അപ്പ് സൈഡ് കാണിച്ചെങ്കിൽ കൂടി സിൽവറിനെ കൊണ്ട് ആ ഒരു $79 അല്ലെങ്കിൽ $80 മുകളിൽ പോകാൻ ഒരു സ്ട്രോങ്നെസ് ഇതുവരേക്കും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ ലോവർ ലെവലിന്റെ ഭാഗത്ത് സിൽവർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിൽവർ കഴിഞ്ഞ ആഴ്ച ആ ഒരു കൃത്യമായിട്ട് ആ ഒരു റെഫറൻസ് എടുത്തു. ഈ ഒരു $76, അതായത് നമുക്ക് പറയുന്നത് സിൽവറിന്റെ റാലി സ്റ്റാർട്ട് ചെയ്ത മൺഡേ 5th ആ ഒരു POC ബാലൻസ് വീക്കിന്റെ POC കയറിയാണ് അവൻ $120 വരെ പോയത്. ആ POC $76 ഭാഗത്തും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ $72 ഭാഗത്ത് ഒരു സപ്പോർട്ട് ഇപ്പോഴും സിൽവർ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിപ്പ് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച വെളുപ്പാങ്കാലത്ത് ഡിപ്പ് അപ് ടു $65 ഭാഗം വരെ സപ്പോർട്ട് എടുത്ത് പോയെങ്കിൽ കൂടി ഞാൻ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ $72 $77 $60 ഭാഗത്തേക്കുള്ള ഒരു സപ്പോർട്ട് കൃത്യമായി എടുക്കുന്നുണ്ട്. സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു സിൽവർ കോഷ്യസ് അല്ല, ഒരു സിൽവർ ബീസ് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ഒരു സിൽവർ ട്രേഡിംഗ്, ഒരു ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഫോറക്സ് സിൽവർ ട്രേഡിംഗ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പതുങ്ങിയൊക്കെ ഇരുന്ന് ട്രേഡ് ചെയ്താൽ മാത്രമേ കുറച്ച് ബെനിഫിറ്റ് ആയ രീതിയിലേക്ക് മാർക്കറ്റ് പോകും. ഗോൾഡിനെ പോലുള്ള ഒരു ഡിമാൻഡ് മൂവ് സിൽവറിന് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മുടെ ഒരു പ്രഷ്യസ് എല്ലാ ആൾക്കാരും ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഹെഡ്ജ് പർപ്പസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡിനെ തന്നെയാണ്. ഇപ്പോഴും സിൽവർ ആ ഒരു മേഖല ഒന്ന് മാറി കടക്കുന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ കൂടെ സിൽവർ 120 നിന്നും $70 വരെ ഏകദേശം $50 അടിച്ചു. ഗോൾഡ് അങ്ങ് ഒരു 10 അല്ലെങ്കിൽ 15% അടിച്ചെന്ന് സിൽവറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്രം ദ ഹൈ ടു ടോപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 40% അടിച്ചേക്കണം സിൽവർ. ഗോൾഡ് അത്ര അടിച്ചിട്ടില്ല. 120 നിന്നും നമ്മൾ $65 എന്ന് പറയുമ്പോൾ എത്രയാണ് 120, അതായത് $65 മൈനസ് 120 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 120 എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പറഞ്ഞാൽ 45 അതായത് 46% സിൽവർ ഹൈ നിന്നും താഴേക്ക് വന്നത്. പക്ഷെ ഗോൾഡ് നിങ്ങൾ നോക്കി 5500 മൈനസ് 4900 എന്ന് പറയുമ്പോൾ 4400 വന്നു. ഇപ്പൊ 4400 ഭാഗത്തേക്ക് വന്നത്. ഇപ്പം അത് നോക്കുകയാണെങ്കിൽ 1100 ഡിവൈഡ് ബൈ 5500 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 20% മാത്രമേ ഗോൾഡ് കറക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഗോൾഡ് കറക്റ്റ് ചെയ്തതിനെക്കാട്ടിയും ഡബിളിന് മുകളിലാണ് ആര് കറക്റ്റ് ചെയ്തിരിക്കുന്നത്? സ്റ്റിൽ സിൽവർ. ചുരുക്കി പറഞ്ഞാൽ എവരിബഡി ഗോസ് ബിഹൈൻഡ് സിൽവർ, അല്ലെങ്കിൽ സിൽവറിന്റെ ബാക്കിലേക്ക് ആൾക്കാർ എന്നെ കിട്ടുന്നില്ല, ഞാൻ ഇപ്പൊ പിടിച്ചു വാങ്ങട്ടെ വോട്ടൊന്നും അങ്ങനെ കണ്ട റേറ്റിന് വാങ്ങിച്ചൊരു പണിയാണ് ഈ സിൽവറിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ പല ഹെഡ്ജ് ഫണ്ട്സുകളും സിൽവറിനെ വച്ച് മാർക്കറ്റിനെ മൂവ് ചെയ്തതിനു ശേഷം അതിലേക്ക് ഹെവി സെല്ലിങ് സിൽവറിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. സിൽവറിനെ പറയുകയാണെങ്കിൽ ഞാൻ ഓവറോൾ മാർക്കറ്റ് വ്യൂ പറയുകയാണെങ്കിൽ സിൽവറിന് നിങ്ങൾ ഓർത്തോളുക, ഈ $86 അല്ലെങ്കിൽ ഈ $90, ഈ 90 കഴിഞ്ഞ ആഴ്ചത്തെ സിംഗിൾ പ്രിന്റ് ആയ $90 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ സിൽവർ ഒരു മൊമെന്റം പ്രതീക്ഷിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ സിംഗിൾ പ്രിന്റ് എങ്കിലും ഫില്ല് ചെയ്യാൻ അപ് ടു $95 വരെ വരാം. ഇല്ല, നമ്മളെ സംബന്ധിച്ച് സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിൽവർ അടുത്ത ആഴ്ച നോക്കുകയാണെങ്കിൽ ഈ $77 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ $86 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് സിൽവറിന് പോസിബിൾ ആണ്. ആ ഒരു ട്രേഡ് ഇപ്പോഴും സിൽവറിൽ എനിക്ക് പോസിബിൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നു വെച്ചാൽ ആ ട്രേഡ് തരാനുള്ള ഒരു മൊമെന്റേറിയൽ ആക്ഷൻ സിൽവറിൽ വരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ആ ഒരു മൊമെന്റം ഇല്ല. അത് ഗോൾഡിന് കുറച്ചെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ കൂടെ സിൽവറിനെ സംബന്ധിച്ച് പിടിച്ചു കെട്ടി ആരോ വലിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സിൽവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ സിൽവർ $86 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ക്രോസിംഗ് വരെയാണെങ്കിൽ അപ് ടു $95 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ ഈ $72 $85 $86 ഇടയ്ക്കുള്ള ജീവിതം അങ്ങ് സിൽവർ ജീവിച്ച് തീർക്കാനുള്ള ചാൻസ് ആയിരിക്കും ഈ വരാൻ പോകുന്ന വീക്കിലും കാണുന്നത്. അപ്പൊ സിൽവറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ 64 അല്ലെങ്കിൽ $70 ഭാഗത്ത് സിൽവർ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. 86 88 ഭാഗത്ത് സിൽവറിന്റെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഈ $86 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ $95 വരെ പോകാനുള്ള ചാൻസ്, ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല എങ്കിൽ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ കിടന്ന് കളിച്ച് ഇവന്റെ ജീവിതം അങ്ങ് തീരാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. സിൽവറിനെ സംബന്ധിച്ച് ആ ഒരു വോളിയം മാർക്കറ്റ് ഇല്ല. ഈവൻ ദോ 9% നമ്മൾ സിൽവർ മാർക്കറ്റ് കയറിയെങ്കിൽ കൂടെ നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ സിൽവറിന് അധികം അനക്കൊന്നുമില്ല, മൈനസിലാണ് സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻസിന്റെ ആ ഒരു കുതിച്ചുചാട്ടം ഇപ്പൊ നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇല്ല. സോ ദിസ് ഈസ് എ ടൈം ഫോർ എ കോഷ്യസ് ട്രേഡ് ഫോർ കമ്മിങ് ഡേയ്സ്. പ്രത്യേകിച്ച് MCX പ്ലേയേഴ്സ് ഒന്ന് കോഷ്യസ് ആവുക. വി ഗോട്ട് എ ഗ്രേറ്റ് റാലി. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് അഫക്റ്റിംഗ് ദിസ് റാലി in coming balance.
ഈ റാലിയുടെ പൈസ കമ്മിങ് ബാലൻസിൽ കളയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതായിരിക്കും എനിക്ക് പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് പറയുന്നത്. പ്രഷ്യസ് മെറ്റലിൽ ഗോൾഡും സിൽവറിലും ഡിപ്പ് ബൈങ് $72 സിൽവറിലും $4675 ഭാഗത്ത് ഗോൾഡിലും ഞാൻ ഡിപ്പ് ബൈങ് ഇപ്പോഴും പറയുന്നുണ്ട്. അപ്സൈഡിൽ സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ ഒരു ഡിപ്പ് ബൈങ് ഈസ് വെരി ഗുഡ് ഫോർ യു. സെല്ലിങ് റിസ്കി ആണ്, എന്നാലും അത് പ്രോഫിറ്റബിൾ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഞാൻ പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ബാലൻസ് മോഡിലേക്ക് പ്രഷ്യസ് മെറ്റൽ മാറിയിട്ടുണ്ട്. അതാണ് എനിക്ക് പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് പറയാനുള്ള ഒരു വീക്ക്ലി വ്യൂ. നമ്മുടെ എനർജി കഴിഞ്ഞ ആഴ്ച ക്രൂഡ് ഓയിലിൽ നല്ലൊരു ബാലൻസ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ട്രെൻഡിങ് ഇവിടെ ഈ ഭാഗത്ത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ വന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു 5500 ഭാഗത്ത് വന്ന് സപ്പോർട്ട് തിരിച്ച് കയറി പോയി. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് വീക്ക് ആയിരുന്നു സിൽവറിനെ സംബന്ധിച്ച്. ഗോൾഡിനെ എനർജി സെക്ടറിൽ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ഡേറ്റ വന്നു. ഡേറ്റ വന്ന ക്രൂഡ് ഓയിലിന്റെ നെഗറ്റീവ് ഡേറ്റ ആയിരുന്നു. ഷോർട്ടേജ് ഉണ്ടായിരുന്നു, സാധനങ്ങൾക്ക് വില കുറവില്ല, സാധനം ഇല്ല, വില സ്വാഭാവികമായിട്ടും കൂടണം. പക്ഷെ എന്ത് പറ്റി വില കുറയാൻ കാരണം? US-ഉം ഇറാനും തമ്മിലുള്ള പീസ് ടോക്ക് ഒരു പോസിറ്റീവ് ചർച്ചകളിലേക്ക് കടന്നു പോയത് കാരണം, പ്രത്യേകിച്ച് പറഞ്ഞാൽ എനർജി സെക്ടർ കത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ, അറിയാലോ, ഇതിനേക്കെല്ലാം വില തീ പിടിച്ച് വില മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നെഗറ്റീവ്നെസ് ന്യൂസ് പോസിറ്റീവ് ന്യൂസ് നമ്മളെ ഗോൾഡല്ല നമ്മുടെ ഓയിലില് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 5500 5650-നും 5950-നും ഇടയ്ക്കാണ് ഇപ്പം 5970 ഈ ഒരു POC കിടക്കാണ് ഗോൾഡ് സിൽവർ ഇപ്പോഴും ഗോൾഡ് സിൽവർ പറഞ്ഞത് ക്രൂഡ് ഓയിൽ കിടക്കുന്നത്. സോ 5650-ന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് 5420 ആദ്യം 5500 അതിന് താഴെ 5420 വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 5975-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ ക്രൂഡ് ഓയിൽ എങ്ങോട്ട് പോവാം? 6130 വരെ പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിലിൽ ഞാനൊരു ബാലൻസ് മോഡ് ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. 5650 ഭാഗത്ത് ഡിമാൻഡ് സോൺ ആക്റ്റീവ് ആവുന്നുണ്ട്. 5975 ഭാഗത്ത് സെല്ലിംഗ് സോൺ ആക്റ്റീവ് ആവുന്നുണ്ട്. ഇതിനകത്ത് കിടന്ന് കളിക്കാനുള്ള പൊതുവേ ഉള്ള ചാൻസ് ഓയിലിനെ സംബന്ധിച്ചും പറയാനുള്ളത്. അപ്പം ബാലൻസ് മോഡ് ഞാൻ ഓയിലിലും എടുക്കുകയാണ്. ഗോൾഡ് സിൽവർ എടുത്ത അതേ ബാലൻസ് മോഡാണ് ഇപ്പൊ ഞാൻ ഓയിലിലും എടുക്കുന്നത്. ഇനി നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ചാൽ നമ്മളെ നല്ല രീതിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൺഡേയിൽ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ്. അത് സ്റ്റാർട്ട് ചെയ്ത പ്രൈസ് 387 താഴെ ഇറങ്ങി ഏകദേശം വല്ല $100 താഴേക്ക് ഇറങ്ങി 286-ന്റെ ഭാഗത്തേക്ക് വന്ന് തിരിച്ചു കയറി ഒരു വീക്കിലി ഒരു ട്രെൻഡ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നിട്ട് ബാക്കി ഒരു ബാലൻസ് 332-ന്റെ ഭാഗത്ത് 296 തൊട്ട് 332 വരെയുള്ള ഈ ഏരിയക്കകത്ത് ഒരു ബാലൻസ് വന്ന് എക്സാക്ട്ലി POCയുടെ ഭാഗത്താണ് അപ്പം ക്ലോസ് ചെയ്ത് നാച്ചുറൽ ഗ്യാസ്. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് 332-ന് മുകളിൽ, അതായത് ഈ 331-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ സിംഗിൾ പ്രിന്റുകളൊക്കെ ഫില്ല് ചെയ്യാം. അപ് ടു 365 370 വരെ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. പക്ഷേ ഒരു ഡിമാൻഡ് വൈസ് മൂവ്മെന്റ് നാച്ചുറൽ ഗ്യാസിന് വരുന്നത് കൊണ്ട് ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി നാച്ചുറൽ ഗ്യാസ് നടക്കോ ഇല്ലേന്ന് ഒരിക്കലും മാർക്കറ്റിൽ പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്തുകൊണ്ട് വേണം നാച്ചുറൽ ഗ്യാസ് ട്രേഡ് ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 332-ന് മുകളിൽ നാച്ചുറൽ ഗ്യാസ് പോകുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്യാസ് 300 ഈ ഒരു നമ്മുടെ മഞ്ഞ വരകളായ സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്കൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. നാച്ചുറൽ ഗ്യാസിന് ഡിപ്പ് ബൈങ് ആണ് എടുക്കേണ്ടത്. 290-ന്റെ ഭാഗത്ത് ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നാച്ചുറൽ ഗ്യാസ് ഇവിടെ വന്ന് തിരിച്ച് കയറി പോയതുപോലെ അതേ ഒരു ഡിപ്പ് ബൈങ് ആണ് ഇപ്പോഴും നാച്ചുറൽ ഗ്യാസിൽ എനിക്ക് കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയൊരു സെല്ലിംഗ് ഫിഗർ നാച്ചുറൽ ഗ്യാസിൽ കാണുന്നില്ല. അപ്പൊ ഡിപ്പ് ബൈങ്ങിന്റെ ഭാഗത്ത് നാച്ചുറൽ ഗ്യാസിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് മൊമെന്റം വരുന്നത് കൊണ്ട് നാച്ചുറൽ ഗ്യാസ് ഡിപ്പ് ബൈങ്ങിന് നല്ലതാണ്. 290 286-ന്റെ ഭാഗത്ത് നാച്ചുറൽ ഗ്യാസ് കിട്ടണമെങ്കിൽ നമുക്കൊരു ഡിപ്പ് ബൈങ് നോക്കാം. ഇല്ല ഒരു ബ്രേക്ക്ഔട്ട് ബൈങ് ആണെങ്കിൽ 332-ന്റെ ഭാഗത്തും മോളിൽ നിൽക്കുകയാണെങ്കിൽ 355 370-ന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ ആഴ്ചയിൽ ഗോൾഡ് സിൽവർ നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ പെർഫെക്റ്റ്ലി ബാലൻസ് ആയിരുന്നു. ഒരു മൺഡേയിൽ ഒരു ഡൗൺവേർഡ് വന്ന് പോയി ഓയിലിനും നമ്മുടെ നാച്ചുറൽ ഗ്യാസിനും. പക്ഷെ അതിനുശേഷം അങ്ങോട്ട് എന്താണ് ആ ഒരു ഡൗൺവേർഡ് മൂവൊന്നും ആക്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഇറങ്ങിയിട്ടേക്കുന്നത് ബുധനാഴ്ചത്തെ ഇൻവെന്ററിക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ഇറങ്ങിയിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് ഓപ്പണിംഗ് തന്നെ സെല്ലിംഗ് വന്ന് തിങ്കളാഴ്ച തുടങ്ങിയ ഒരു ട്രെൻഡ് ഡൗൺ കാണിച്ച് താഴെ ലോവർ സ്ട്രക്ചറിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രഷ്യസ് മെറ്റൽ ആയാലും MCX ഓവറാൾ വ്യൂ ഞാൻ എൻ്റെ ബട്ടൺ ഇപ്പം ബാലൻസ് മോഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. ഈ റേഞ്ചുകൾ മാർക്കറ്റിൽ പൊട്ടുകയാണെങ്കിൽ മാത്രമേ എന്തിലോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഒരു ആക്റ്റീവ് മോഡിലേക്ക് ഞാൻ അതിനെ മാറ്റുള്ളൂ. അപ്പം ഓവറാൾ MCX ട്രേഡേഴ്സും എല്ലാം ഫോറക്സ് ട്രേഡേഴ്സും ഈ റേഞ്ച് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക. അതനുസരിച്ച് മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വോളറ്റിലിറ്റി വളരെ കുറഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് MCX-ൽ ഓപ്ഷന്റെ പ്രൈസ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുന്നുണ്ട്. അതൊരു നെഗറ്റീവായി സെൻഡിങ് ആണ്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കൊരു മൊമെന്റിയൽ ട്രേഡ്സ് ഒന്നും കിട്ടില്ല.
അത് വരണമെങ്കിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് വരണം. 332 മുകളിൽ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു റിവേഴ്സ് റാലി നാച്ചുറൽ ഗ്യാസിന് പോസിബിൾ ആണ്. 5975 മുകളിൽ ക്രൂഡ് ഓയിൽ പോസിബിൾ ആണ്. 5100 മുകളിൽ ഗോൾഡ് പോസിബിൾ ആണ്. $86 മുകളിൽ സിൽവറിന് പോസിബിൾ ആണ്. ഇതാണ് എനിക്ക് തിരിച്ചൊരു റിവേഴ്സൽ മൂവ്മെന്റ് വരികയാണെങ്കിൽ ഈ ലെവൽസ് ഒക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. സോ ഓവറോൾ മോഡ് അറിയാലോ, ബാലൻസ് മോഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു അറിയിപ്പുണ്ട്, ഈ വരാൻ പോകുന്ന February 14 ട്രിവാൻഡ്രത്ത് വെച്ച് ഡെസ്റ്റിന 2026 എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ വർഷം നടത്തി 2025 അതിന്റെ 1 year ആനിവേഴ്സറി പ്രോഗ്രാം ആണ്. ട്രേഡ് മാക്സിന്റെ നമ്മുടെ ആരാണ് അരുൺ മുരളി ക്രിപ്റ്റോയെ കുറിച്ചും ലീഗലൈസ്ഡ് ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി വരുന്നുണ്ട്. നിഖിൽ ഗോപാലകൃഷ്ണൻ നമ്മുടെ ഏതാണ് മണി ടോക്സിന്റെ അദ്ദേഹം വന്ന് നമ്മുടെ വെൽത്തിനെ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ അതിനെ മാറ്റാമെന്ന രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡേഴ്സ് ട്രേഡേഴ്സും വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാതിനെ കുറിച്ചുള്ള ഒരു സെഷൻ ഞാൻ എടുക്കുന്നുണ്ട്. 5 പൈസയുടെ അൽഗോരിതം ട്രേഡിങ്ങിനെ കുറിച്ച് എടുക്കാൻ വേണ്ടി യശ് കർസ വരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും വേണ്ടിയുള്ള ഒരു കോൺക്ലേവ് ആണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ചേരേണ്ടവർ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവർക്കും ഒരു കൂടി ഹാപ്പി ട്രേഡിംഗ്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് അതനുസരിച്ച് റെഡി ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഹാപ്പി ഓൾ ഓഫ്